കോഴിക്കോട് കാപ്പാട് തൂവപ്പാറയിൽ കടലാക്രമണത്തിൽ റോഡ് പൂർണ്ണമായും തകർന്നു. ഇതോടെ കാപ്പാട് നിന്ന് കൊയിലാണ്ടി ഹാർബറിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാപ്പാട് തൂവപ്പാറ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച വാർത്തയുമായി റിയാസ് കെമാർ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. റിയാസ്, കാപ്പാട് കടലെടുക്കുകയാണ് റോഡുകൾ. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? റോഡിലൂടെ കടന്നു പോകാൻ കഴിയുന്നുണ്ടോ? വാഹനങ്ങളോ കാൽനട യാത്രക്കാർക്കോ അവിടെ യാത്ര സാധ്യമാകുന്നുണ്ടോ? ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് കോഴിക്കോട് കാപ്പാട് തുറമുഖം എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ വാസ്കോഡ ഗാമ ആദ്യമായി കാലുകുത്തിയ സ്ഥലം, കപ്പലിറങ്ങിയ സ്ഥലം ആ കാപ്പാടാണ്. ഇപ്പോൾ കടൽക്ഷോഭത്തെ തുടർന്ന് റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗതം എല്ലാം തന്നെ പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ്. കോഴിക്കോട് കാപ്പാട് തൂവപ്പാറ കൊയിലാണ്ടി ഹാർബർ റോഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. 1 കിലോമീറ്ററോളം റോഡില്ല എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യം. റോഡ് രണ്ടായി പിളർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. കാൽനട യാത്ര പോലും ദുഷ്കരമായ സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയുണ്ടായ വിവിധ ഘട്ടങ്ങളിലായി ഉണ്ടായ കടലാക്രമണം അത് ഇന്നലെയും ഉണ്ടായി. അത് കൂടുതൽ തകർച്ചയിലേക്ക് വന്നു. കടൽ 3 മീറ്ററോളം കടൽ കയറുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മാത്രമല്ല, നമുക്ക് ഇപ്പോൾ കാണാവുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഈ ഗതാഗതം ഇത്ര വരെ മാത്രമേ ഗതാഗതം അനുവദിക്കൂ എന്നുള്ളതാണ്. കാരണം ഇവിടെ വലിയൊരു കയർ കെട്ടി 2 ചുവന്ന കൊടികൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഗതാഗതമില്ല എന്ന കൃത്യമായ രീതിയിലുള്ള ഒരു നിയന്ത്രണ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആളുകൾ ഇവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഇതിനപ്പുറത്തേക്ക് പോകാനായിരുന്നു ആളുകൾ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അവർക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. റോഡെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ ഒരു കാഴ്ച നമ്മൾ ആ ദൃശ്യങ്ങൾ അല്പം മുൻപ് പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വൈദ്യുതി തൂൺ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആ ഭാഗത്തേക്ക് വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട് കാപ്പാട് തൂവപ്പാറയിലുള്ളത്. ഇപ്പോൾ ഇവിടെ നടത്തുന്ന ഗോപാലൻ അദ്ദേഹമുണ്ട് കൂടെ. വർഷങ്ങളായി ഇവിടെ ചായക്കട നടത്തുന്നയാളാണ്. ഗോപാലേട്ട, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ? പ്രത്യേകിച്ച് റോഡ് പൂർണ്ണമായും തകർന്നു. ഇതിൻ്റെ ഒരു വശത്തായതുകൊണ്ടാണ് അല്പമെങ്കിലും കച്ചവടം കിട്ടുന്നത്. ഈ സാധാരണ വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരിടമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം തീരെ ആൾക്കാർ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ വന്നിട്ട് ഇവിടെ ഒരു കാര്യവുമില്ല, വരാനുള്ള ഒരു സാഹചര്യമില്ല. ഈ റോഡ് എന്ന് പറഞ്ഞാൽ കാപ്പാട് കൊയിലാണ്ടി ഹാർബറിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തീരെ പോകാൻ പറ്റുന്നില്ല. രാവിലെ പുലർച്ചയ്ക്ക് 3 മണിക്കാണ് അവർക്ക് പോകേണ്ടത്. ആ സമയത്ത് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. റോഡ് പൂർണ്ണമായി നശിച്ചുകൊണ്ട് കുറേ ദൂരം വിട്ടിട്ടാണ് ഇപ്പം പുൽക്കാവ് കൂടി ചുറ്റി വളഞ്ഞു പോകണം. അത്രയും ദുർഘടമായ സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പം ഈ മെയിൻ റോഡ് ബ്ലോക്കായാൽ തലശ്ശേരി കണ്ണൂർ ബസ്സൊക്കെ ഇതിലൂടെയാണ് പോകാറുള്ളത്. ഇപ്പോൾ അതും കഴിയുന്നില്ല. ഇപ്പോൾ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ 11 പെട്ടിക്കട ഇവിടെ ഉണ്ട്. അവർക്കൊന്നും യാതൊരു കച്ചവടവും ഇല്ല. എല്ലാം ഇങ്ങനെ നശിച്ചുകൊണ്ട് തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇനിയും കൂടുതൽ കടൽ രൂക്ഷമാകുകയാണെങ്കിൽ അടുത്തുള്ള കിണറുകൾക്കൊക്കെ ഉപ്പ് വെള്ളം കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയുള്ള വീടുകൾക്കൊന്നും വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുലിമുട്ടിടാണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുലിമുട്ടാണ് ഇവിടെ കാര്യമായിട്ട് വേണ്ടത്. പുലിമുട്ട് ഇട്ടിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കടലെടുക്കുക. എല്ലാ കൊല്ലവും ഇതേപോലെ രീതിയിലാണ് വരുന്നത്. ഈ കൊല്ലം അതേ അതിലും രൂക്ഷമായിട്ടാണ് ഈ കൊല്ലം വരുന്നത്. വേറെ ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഞങ്ങൾക്ക് കച്ചവടം പൂർണ്ണമായി നശിച്ചാണ്. ആൾക്കാർ വരുന്നില്ല. ഫോറിനേഴ്സ് ആരും വരുന്നില്ല. വന്നവരൊക്കെ തിരിച്ചു പോവുകയാണ്. ഇവിടെ എവിടെയും നിൽക്കാനുള്ള ഒരു സാഹചര്യമില്ല. കുറേ ടൂറിസ്റ്റ് ഹോമുകൾ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ആളില്ല. എല്ലാം പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ ഈ റോഡ് തകർന്നതോടുകൂടി ആളുകൾ, വിനോദസഞ്ചാരികളായ ആളുകൾ എത്താത്തൊരു സാഹചര്യം. മറ്റ് നിരവധിയായ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഹോം സ്റ്റേകൾ, അതുപോലെ ടൂറിസ്റ്റ് ഹോമുകൾ, ഇതൊന്നും തന്നെ ഇപ്പോൾ ആളുകളില്ലാതെ അടച്ചിടേണ്ടി വരുന്ന ഒരു വളരെ ദുർഘടമായ ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് കച്ചവടമില്ല. എന്തായാലും ഒരു നാട്ടുകാരനുണ്ട്. ചേട്ടാ, എന്താണ് അവസ്ഥ? നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കുറേ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് സൗകര്യം ചെയ്യാതെ. ഇനിയിപ്പം ഈ റോഡ് സംരക്ഷിക്കണമെങ്കിൽ കടലിന് അങ്ങോട്ട് കാണാൻ വേണ്ടിയുള്ള പുലിമുട്ടോ അതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള മറ്റേ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഇട്ടാലേ ഇവിടെ കടൽ ഇങ്ങോട്ട് കയറാണ്ട് നിൽക്കും. എന്നിട്ട് റോഡ് സംരക്ഷിക്കാൻ കഴിയുമോ?
ഈ റോഡിനെ കൊണ്ട് പിന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്കും അത്യാവശ്യം യാത്ര ചെയ്യുന്നവർക്കും വളരെ ദൂരം സഞ്ചരിച്ചിട്ട് ഇപ്പം കൊയിലാണ്ടി എത്താൻ കഴിയും. എത്രയോ കിലോമീറ്റർ കൂടുതൽ എടുക്കണം. ഇത് എളുപ്പത്തിൽ കൊയിലാണ്ടി ഹാർബറിലേക്കോ അങ്ങനെ കൊയിലാണ്ടി ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു ബദൽ സംവിധാനമായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇപ്പം പിന്നെ ഹൈവേ മേഖല എന്തെങ്കിലും തകരാറ് വന്നാൽ അധിക ബസ്സുകളൊക്കെ ഇതിലേനും പോയത്. ഇനിയിപ്പോൾ അതുമില്ല. അപ്പം അടിയന്തരമായിട്ടും ഈ കടലിനെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് റോഡിൻ്റെ പണി, അതിനെ പുതിയ റോഡ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സർവേ ഒക്കെ കുറേ നടന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി സംരക്ഷിക്കണമെങ്കിൽ പുതിയ റോഡും കൂടി ഇവിടെ ശരിക്ക് കടലിന് അതിൻ്റേതായ കടൽ ഭിത്തിയോ അല്ലെങ്കിൽ പിന്നെ കല്ല് നീട്ടിയിട്ടിട്ടുള്ള കാലുകളോ പുലിമുട്ട് പോലത്തെ സംവിധാനങ്ങളോ ചെയ്യണം. എന്നാലേ ഇവിടെ ഇത് സംരക്ഷിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം ഇവിടെ ജലവിഭവ വകുപ്പ് മന്ത്രി സന്ദർശിച്ചിരുന്നു. ഒപ്പം തന്നെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ പി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ സന്ദർശിച്ചിരുന്നു. അന്ന് ഇതിനൊരു പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു സർവേ എല്ലാം നടത്തിയിട്ട് ഇതെങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സർവേ ഒക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇത് ഇവിടെ ഒരു പുലിമുട്ട് സ്ഥാപിക്കണം എന്നൊക്കെയുള്ള മാതിരി ഒരു 5-6 പുലിമുട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അന്ന് അതിൻ്റെ ഒരു സർവേ ഒക്കെ നടന്നതാണ്. മന്ത്രി വന്ന് ഇത് കണ്ടുവരുമ്പം പെട്ടെന്ന് എന്തെങ്കിലും റോഡിന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വെള്ളത്തിൽ പോകുന്നല്ലാണ്ട് കടലിനെ സംരക്ഷിച്ച് നിർത്തിയാലേ റോഡ് ശരി. അത് തന്നെയാണ് വേണ്ടത്. കാരണം റോഡ് ഒന്ന് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണം. പക്ഷേ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഇവിടെ നാട്ടുകാരനായ അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ ഇവിടെ ചായക്കട നടത്തുന്ന ഗോപാലേട്ടൻ അവരുടെ ദുരിതാവസ്ഥ പറഞ്ഞു. കാരണം ഒരു റോഡ് തകരുമ്പോൾ അതുവഴി ഗതാഗതമില്ലാതിരിക്കുമ്പോൾ ഒരു നാടിന് എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ അത് ഗോപാലേട്ടൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകൾ, കാരണം റോഡുണ്ടെങ്കിൽ മാത്രമേ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ആളുകൾ വരൂ. ഇപ്പോൾ സ്വാഭാവികമായും ആ റോഡിൽ വലിയ കുഴി രൂപപ്പെടുന്നു. അവിടങ്ങളിലായി അത് ഗട്ടറുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം, ഗർത്തങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം. ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാനാവാതെ 2 കരകളിലായി ആളുകൾ നീങ്ങി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സ്വാഭാവികമായൊരു അവസ്ഥ, അത്തരമൊരു സാഹചര്യം ഒരു റോഡ് തകരുമ്പോൾ ഉണ്ടാകുന്നു. അങ്ങനെയാകുമ്പോൾ ആളുകൾ വരുന്നില്ല. അങ്ങനെ ആളുകൾ വരാതിരിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലമായി ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് കച്ചവടം ലഭിക്കാത്ത ഒരു സ്ഥിതി. വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടൂറിസ്റ്റ് ഹോമുകൾക്ക് ഒപ്പം തന്നെ ഹോം സ്റ്റേകളിലൊന്നും ആളുകളെത്താതെ അത് അടച്ചിടേണ്ടുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ കാപ്പാട് ബീച്ചിലെ ഈ തൂവപ്പാറയിൽ റോഡ് തകർന്നത് അറിയാതെ ഇവിടേക്ക് വിനോദസഞ്ചാരികളായ ആളുകൾ ഇവിടെ എത്തിത്തിരികെ പോകേണ്ടുന്ന നിരാശാജനകമായ ഒരു ശരി, അത്തരം വസ്തുതകളെല്ലാം നിലനിൽക്കുന്നു. റിയാസ്, എനിക്കൊരു സംശയം തോന്നുന്നത്, നമുക്കറിയാം ഇത് കടലാണ്. കടലിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കുമെന്ന് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പ്രവചിക്കാനോ പ്രഡിക്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. കടൽ ഇത് കിലോമീറ്ററുകൾ ദൂരം ഈ ഒരു തീരദേശ കടലും അതിന്റെ റോഡും ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. എങ്ങനെ ഈ ഒരു കടലിന്റെ ആക്രമണത്തെ ഒരിക്കലും തടഞ്ഞു നിർത്തുക യാഥാർത്ഥ്യമുള്ള ഒരു കാര്യം, ഒരു പ്രാവർത്തികമുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്കറിയാം. അത് പ്രകൃതിയുടെ ക്ഷോഭം അനുസരിച്ചിരിക്കും. പക്ഷേ ഈ പുലിമുട്ടുകൾ വച്ച് ഇതൊക്കെ ഏറെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അത് പ്രാവർത്തികമായ ഒരു കാര്യമാണോ? മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ റോഡുകൾ ഇങ്ങനെ തകർന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എത്ര ഭീകരമാണത്. ഈ റോഡുകൾ തകർന്നത് വീണ്ടും അത് നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. അത്തരത്തിലാണ് അത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടോ, മുഴുവൻ ഇടിഞ്ഞ് കടലിലേക്ക് കിടക്കുകയാണ്. ഈ റോഡുകൾ നന്നാക്കി ഗതാഗത യോഗ്യമാക്കുമ്പോഴേക്കും അടുത്ത മഴക്കാലം വന്നു കഴിഞ്ഞു. കടൽ വീണ്ടും ക്ഷോഭിച്ചു കഴിഞ്ഞു. ഈ റോഡെല്ലാം ഒലിച്ചു പോവുകയാണ്. എന്താണ് ചെയ്യാൻ കഴിയുക ഇക്കാര്യത്തിൽ? ഒരു കൃത്യമായ ഒരു പ്ലാനിങ്, കടൽക്ഷോഭം എന്തായാലും നിയന്ത്രിക്കാൻ കഴിയില്ല. റോഡുകൾ ഇടിഞ്ഞു പോകുന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. എന്താണ് ഇതിനിടയിൽ ചെയ്യാൻ കഴിയുക? എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഈ ഒരു റോഡ് അടിയന്തരമായി നന്നാക്കിയാൽ പോലും അത് എത്ര കാലം നിലനിൽക്കും, അതെങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം. മാത്രമല്ല, ഒരു പുലിമുട്ട് നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരക്ഷണ ഭിത്തി കെട്ടണമെങ്കിൽ അതിന് ചിലവാകുന്ന സാമ്പത്തികമായ ചിലവ്, അതിന് വരുന്ന സാമ്പത്തിക ബാധ്യതകൾ, ഒപ്പം തന്നെ അതിന് വേണ്ടിയെടുക്കുന്ന കാലതാമസം, ഇതെല്ലാം വലിയ ചോദ്യചിഹ്നമാണ്. അത്രയും കാലം ഈ കൊയിലാണ്ടി ഹാർബർ റോഡ്, ഒപ്പം തന്നെ കാപ്പാട് നിന്നും തൂവപ്പാറ വഴി കൊയിലാണ്ടി ഹാർബറിലേക്കുള്ള
എളുപ്പമാർഗമായിട്ടുള്ള ഈ റോഡ്, പ്രത്യേകിച്ച് തീരദേശ റോഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് ഇങ്ങനെ അടച്ചിടുമ്പോൾ സ്വാഭാവികമായും ഇവിടെ സംഭവിക്കുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിയുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. മത്സ്യത്തൊഴിലാളിയാണല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട്? കാരണം സാധാരണ നിങ്ങൾ കാപ്പാട് വഴി കൊയിലാണ്ടി ഹാർബറിലേക്ക് ഇങ്ങനെയാണ് പോവാറ്, ഇപ്പോഴെന്ത് ചെയ്യുന്നത്? നമ്മളുടെ എല്ലാ പുരോഗതിയും തടഞ്ഞിരിക്കുകയാണ്. യാത്ര സഞ്ചാരം കടലിലേക്ക് പുളിമുട്ട് ഇല്ലാത്ത മെയിൻ പ്രശ്നമാണ്. ഇവിടെ പ്രകൃതി തന്നെ തൂവപ്പാറ, അടുത്ത പാറ കടലിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പുളിമുട്ട് വന്നാൽ ഈ അരുവലും ശക്തമായ കടലിൻ്റെ വലവും തടയാൻ സാധിക്കും. പിന്നെ നമ്മളെ രാജ്യത്തിൻ്റെ മൊത്തത്തിൽ നമുക്ക് റോഡും വഴികളൊക്കെ വർദ്ധിച്ചു വന്നപ്പോഴാണല്ലോ നമുക്ക് പുരോഗതി ഉണ്ടായത്. അപ്പോൾ നമ്മളെ റോഡ് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണല്ലോ. ആ വാസ്കോ ഡി ഗാമ പല വിദേശാധിപത്യത്തോട് പൊരുതിയ സ്വതന്ത്ര സമര സേനാനികൾ കൂടുതലുള്ളൊരു പഞ്ചായത്താണ് നമ്മളത്. ഇവിടെ വഴി എന്നും ക്ലിയർ ആയിരിക്കണം. അത് നമ്മളെ ആദ്യത്തെ പണി ഇതിനോട് ഒത്തിട്ടില്ല. കാരണം പുളിമുട്ടില്ല. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ സുഖം തന്നെയാണ്, മീൻ പിടിക്കാനും മീൻ വന്ന് വളരാനും. അതുപോലെ നമ്മളെ രാജ്യത്ത് സഞ്ചാരികൾക്ക് കാണാനും മനോഹരമായിരിക്കും പുളിമുട്ട് വന്നാലും. ഈ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പാറ നമ്മളുടെ ആ ചരിത്രം നമുക്ക് ഇങ്ങനെ ഉണർത്തി തരികയാണ്. അത് വേണം. അതെ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത്, മത്സ്യത്തൊഴിലാളിയാണെങ്കിലും അദ്ദേഹം ഒരുപാട് ചരിത്രബോധത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ കാപ്പാട് എന്ന് പറയുന്നത് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ വാസ്കോ ഗാമ കപ്പലിറങ്ങിയപ്പോൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഏറ്റവും ആദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി പോരാടിയ ഒരു നാടാണ്. പോരാട്ടം നടത്തിയവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏറെയുള്ള നാടാണ് കാപ്പാട്. ആ കാപ്പാടിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പുലിമുട്ട് നിർമ്മിക്കാൻ സർക്കാരിന് സാധിക്കും. കാരണം അങ്ങനെ നിർമ്മിക്കുമ്പോൾ അത് പിന്നീട് ഈ കാപ്പാട് കടൽ തീരവും കാപ്പാടിൻ്റെ കടൽപ്പുറവും എല്ലാം തന്നെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാണാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് അദ്ദേഹം ചോദിച്ച കാര്യത്തിലേക്ക് കൂടി വരാം. കാരണം അതിന് സർക്കാരിന് ചിലവാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. കാരണം ഇവിടെ പുലിമുട്ടോ അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയോ, കാരണം ഇതൊരു നീണ്ടു കിടക്കുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു ഇടത്തു നിന്നും ഇനിയിപ്പോൾ ഒരു നമുക്ക് വസ്തുതാപരമായി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ട് പരമാവധി കടൽക്ഷോഭം തടഞ്ഞുകൊണ്ട് റോഡ് നശിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ കടൽ കരകയറുന്ന ഒരു സ്ഥിതി ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലേക്ക് സർക്കാരിന് പോകാൻ കഴിഞ്ഞാൽ അത് ടൂറിസം രംഗത്തിനും ഏറെ സഹായകരമാകുന്ന ഒരു സാഹചര്യമായിരിക്കുമെന്നാണ് പൊതുവെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കടലാക്രമണത്തിൽ ഒരു റോഡ് തകർന്നിരിക്കുന്ന ഒരു കാഴ്ച. ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും യെസ്, ഇതാണ് അവസ്ഥ. ഇത്ര ഒരു റോഡ് ഏകദേശം എൻ്റെ ഒരു പകുതി ഭാഗത്തോളം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ഇവിടെയുള്ള ഈ ഇപ്പോൾ 11 മണിയോടുകൂടി വീണ്ടും കടലിന്റെ വേലിയേറ്റം തുടങ്ങും. ആ സാഹചര്യത്തിൽ ഇന്ന് എത്രമാത്രം കടൽ കയറുമെന്ന് പറയാനാകാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ നമുക്ക് ഇതാണ് അവസ്ഥയായിട്ട് വരുന്നത്. ഇവിടെ നിന്നും കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാൽനട യാത്ര പോലും ദുഷ്കരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഫലത്തിൽ ജനങ്ങൾ ഏറെ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഈ കാപ്പാട് തൂവപ്പാറ കൊയിലാണ്ടി ഹാർബർ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് അല്പം മുൻപ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യവും ഇപ്പോൾ നമുക്ക് ഈ കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് തൂവപ്പാറയിൽ ഈ കടലെടുത്ത ഇടങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു റോഡിനോട് ചേർന്ന് നിർമ്മിച്ച ചെറിയ ഭിത്തികൾ പോലും കടലിൻ്റെ ആക്രമണത്തിൽ കടൽക്ഷോഭത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച, റോഡിൻ്റെ അരിക് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു ദയനീയതയാണ് ഇവിടെ
ഉള്ളത്, ഈ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തുള്ളത്, സ്വാഭാവികമായും ഇതിനൊരു കൃത്യമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇനി എത്ര ഇടിയുമെന്ന് പോലും നമുക്ക് പോലും പറയാനാകാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇതിൻ്റെ ഈ അരികിലൂടെ ഇവിടെ അവശേഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഈ ഒരു ഭാഗം ഇനിയിപ്പോൾ ഈ സമയത്ത് കടൽ കയറി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ റോഡ് കൂടി ഇടിഞ്ഞു പോകാനുള്ള സാധ്യതകളാണ്. കാരണം ഇവിടെയെല്ലാം തന്നെ വളരെ ലഘുവാണ്. ഞാൻ അവിടെ ചവിട്ടുന്നില്ല, കാരണം ആ റോഡ് എത്രമാത്രം നിലനിൽക്കുമോ അത്രയും നിലനിൽക്കട്ടെ. കാരണം ജനങ്ങൾക്ക് അത്രയെങ്കിലും ഉപകാരപ്രദമാകും, കാൽനട യാത്രക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ അങ്ങനെ നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ വലിയ ഗർത്തം രൂപപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. റിയാസ്, ഇത് എല്ലാ വർഷവും കാലാകാലങ്ങളായി ഇത് തന്നെയാണോ സംഭവിക്കുക? കടലാക്രമണം ഉണ്ടാകുന്നു, റോഡ് പണിയുന്നു, വീണ്ടും കടലാക്രമണം ഉണ്ടാകുന്നു, റോഡ് പണിയുന്നു. ഇത് തന്നെയാണോ എല്ലാ വർഷവും ഇത് തന്നെ സംഭവിക്കുക? ശാശ്വത പരിഹാരം എന്ന് ഇപ്പോൾ അവിടെ സംസാരിച്ച മത്സ്യത്തൊഴിലാളികളും അല്ലെങ്കിൽ തീരദേശവാസികളും അവർക്കാണല്ലോ ഈ കടലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുക. അവർ പറയുന്നു പുലിമുട്ട് നിർമ്മിച്ച് അവിടെ കൊണ്ട് സ്ഥാപിക്കുക എന്ന് പറയുന്നു. അതും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഒരുപക്ഷെ ഇത് സർക്കാരിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ് ഈ പുലിമുട്ട് സ്ഥാപിക്കുക എന്നുള്ളത്. അതും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. ഇത് പക്ഷേ ഇങ്ങനെ എല്ലാ കാലങ്ങളിലും ഇത് തന്നെ അനുഭവിച്ചു പോരുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, അത് കടലെടുക്കുക, ഇങ്ങനെ അങ്ങ് പോകാനേ സാധിക്കുകയുള്ളൂ. വലിയ ആശങ്കയാണ് ഈ കാഴ്ചയൊക്കെ സമ്മാനിക്കുന്നത്. തീർച്ചയായും. കാരണം ഇത് സർക്കാരിനെ നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായും പഴി പറയാനൊന്നും ആവില്ല. കാരണം ഇതൊരു പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ കടൽക്ഷോഭം തീർത്ത ഒരു കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് കാണാനുള്ളതാണ്. ഇവിടെ ഈ ഒരു വലിയ ഗർത്തങ്ങൾ അങ്ങിങ്ങായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ഇവിടെ ചിലയിടങ്ങളിൽ ഈ സുരക്ഷാ റോഡിനോട് ചേർന്നുള്ള ചെറിയ സുരക്ഷാ ഭിത്തികൾ എന്ന് പറയാം, ആ സുരക്ഷാ ഭിത്തികൾ നമുക്ക് വളരെ ചിലയിടങ്ങളിൽ നന്നായിട്ട് അത് നിലനിൽക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ അത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു വൈദ്യുതി തൂൺ പൂർണ്ണമായും നിലം പതിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ഉത്തരം നൽകാൻ ഒരുപക്ഷെ വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ചോ, അല്ലെങ്കിൽ നേരത്തെ നാട്ടുകാരൻ തന്നെ പറഞ്ഞു, കാരണം കഴിഞ്ഞ വർഷം ഇതേ രീതിയിലൊരു ചെറിയൊരു കടലാക്രമണം ഉണ്ടായ സമയത്ത് ഇവിടെ മന്ത്രി റിയാസ് അടക്കമുള്ളവർ, അതായത് മന്ത്രി PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസും ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇതാ വലിയ ഗർത്തം, ഏറ്റവും വലിയൊരു ഗർത്തം നമുക്കിവിടെ ഇപ്പോൾ കാണാം. ഇവിടെ റോഡ് അപകടപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഇവിടെ വലിയ ഗർത്തമാണ് ഇവിടെ ഉള്ളത്. ഈ ഗർത്തം എന്ന് പറയുന്നത് എന്തായാലും ഇതിനപ്പുറത്തേക്ക് റോഡില്ല എന്ന അവസ്ഥയാണ്. ഇവിടെ തീർന്നു റോഡ്. വലിയ കിടങ്ങ് നിർമ്മിച്ചതുപോലെ പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളിൽ എതിരാളികൾ ഇപ്പുറത്തേക്ക് ചാടിക്കടക്കാതിരിക്കാൻ വലിയ കിടങ്ങ് ഇവിടെ രൂപപ്പെടുത്തുമായിരുന്നു. അതുപോലൊരു കിടങ്ങ് ഇവിടെ കടൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ യുദ്ധമില്ല, ജനങ്ങളുടെ ഒരു ജീവിത മാർഗമാണ് മുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മാത്രം. സാധാരണ പണ്ട് കാലത്ത് ഈ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, ഈ യുദ്ധ അവസരത്തിൽ എതിരാളികൾ അങ്ങേക്കരയിൽ നിന്നും ഇങ്ങേക്കരയിലേക്ക് വരാതിരിക്കാനാണ് വലിയ ഗർത്തം ഒക്കെ വലിയ കുഴി കുഴിച്ചുകൊണ്ടുള്ള ഈ കിടങ്ങ് രൂപപ്പെടുത്തിയെടുക്കുക. അതിന് സമാനമായൊരു കിടങ്ങാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ആ കിടങ്ങ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു കടലാക്രമണത്തിൽ എന്നുള്ളതാണ്. ഇപ്പോഴും കടൽ വെള്ളത്തിന് കയറി വരാവുന്ന രീതിയിലുള്ള ഒരു വലിയ വിടവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും വലിയൊരു നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് സർക്കാരിനെ പഴി പറയാൻ സാധിക്കില്ല. കാരണം സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് പ്രകൃതിയുടെ ഒരു വലിയ വികൃതിയാണ്. നമുക്ക് നാട്ടുകാരിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ ഫിജി ചോദിച്ചതിലേക്ക് നമുക്ക് വരാം. കാരണം മറ്റൊന്നുമല്ല, ഇതിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം? ഇതിന് ശാശ്വത പരിഹാരം എന്നൊന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായ ചില പരിഹാരങ്ങളാണ് നാട്ടുകാർ നിർദ്ദേശിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിലേക്ക് പുലിമുട്ട് നീട്ടി നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇവിടെയെല്ലാം ഈ തൂവപ്പാറ എന്ന് പറയുന്നത് തന്നെ ഒരു പാറയാണ്. ആ തൂവപ്പാറയാണ് നമ്മൾ വിദൂര ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ കാണിക്കാൻ കഴിയുമായിരിക്കും. കാരണം ആ കാണുന്നത്
ആ തൂവപ്പാറയുടേത് സമാനമായ രീതിയിൽ കടലിലേക്ക് കുറച്ച് ആഴത്തിൽ പുലിമുട്ട് നിർമ്മിക്കുക. എന്നാൽ കരയിലേക്ക് കടൽ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം റോഡ് കൃത്യമായ ക്രാഷ് ബാരിയർ പോലുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഭിത്തികൾ കൂടി നിർമ്മിച്ചതിന് ശേഷം റോഡ് പണിതാൽ ഒരുപക്ഷെ ആ റോഡ് സംരക്ഷിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്, നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ആശങ്കകളാണ്. കാരണം ഇതിൽ കാപ്പാടുള്ളവരിൽ ഭൂരിഭാഗവും ഈ ഒരു കാപ്പാടിൻ്റെ ഒരു ടൂറിസം മേഖലയെ ഒക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് ഉള്ളത്. ആ ആളുകളെ കേന്ദ്രീകരിച്ച് അവരുടെ ഉപജീവനം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് അവർക്ക് അതുപോലെ ഇവിടെ ഒരു ചായക്കടയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ഹോം സ്റ്റേ, ടൂറിസ്റ്റ് ഹോം കാര്യങ്ങളെല്ലാം ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായ കടകളിട്ട് ഉപജീവനം നടത്തുന്നവരാണ് പലരും. അല്ലെങ്കിൽ മത്സ്യബന്ധനം, ഈ മത്സ്യബന്ധനം അല്ലെങ്കിൽ വിനോദസഞ്ചാരമൊക്കെ ഉപജീവനമാക്കിയ കാപ്പാട് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം കൂടിയാണ് ഇങ്ങനെ റോഡ് തകരുമ്പോൾ അല്ലെങ്കിൽ ഈ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു കുഴി അടച്ചത് കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല, ഇത് വലിയ പ്രശ്നമാണ്. ഈ കുഴികൾ ആരടയ്ക്കും, എങ്ങനെ അടക്കും, ഇത് ഇനി ഒരു കാലത്തും ഇത്തരത്തിലൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുവരുമെന്ന വലിയൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു. അതിന് കൃത്യമായ ഉത്തരം നൽകേണ്ടുന്ന ബാധ്യത സർക്കാരിനുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായും സർക്കാരിനെ പഴി പറയുകയല്ല, കാരണം ഇതിനൊരു കൃത്യമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. അത് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സർവേ നടത്തി, ആ സർവേ നടത്തിയതിന് ശേഷം എന്തുണ്ടായി, ആ സർവേ നടത്തിയതിന് ശേഷമുള്ള നടപടികൾ എന്ത്, അത് കൃത്യമായി ഈ കാപ്പാട് ജനങ്ങളോട് വ്യക്തമാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, ഭരിക്കുന്നവർക്കുണ്ട്, ഇവിടെയുള്ള സ്ഥലം MP-ക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരിക്കെ കൃത്യമായി ഇത് പഠിച്ച് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. തീർച്ചയായും റിയാസ്, അത്തരത്തിലൊരു നീക്കം ഉണ്ടാകണം. എനിക്ക് തോന്നുന്നത് ഇനിയും അവിടെ ഒരു പണി നടക്കുന്നതിന് മുമ്പ്, ഇത്തവണ ഇങ്ങനെ ആവട്ടെ, പൊളിഞ്ഞു, പലതവണ പൊളിഞ്ഞു, ഇത്തവണയും പൊളിഞ്ഞു, ഇനിയും ഒരു പണി നടക്കുന്നതിന് മുമ്പ് കൃത്യമായ ഒരു ആസൂത്രണം, മാസ്റ്റർ പ്ലാൻ, സർവേ നടത്തി എന്ത് വളരെ ശാസ്ത്രീയമായി അവിടെ അവലംബിക്കാൻ കഴിയുമോ അത് അവിടെ അവലംബിച്ച് ഒരു പദ്ധതി നടപ്പാക്കുക എന്നതിനപ്പുറം മറ്റൊരു പോംവഴിയുമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഇനിയും ഇങ്ങനെ മതിൽ കെട്ടി അല്ലെങ്കിൽ കല്ല് വാരിക്കൂട്ടിയിട്ട് പുലിമുട്ടിട്ട് ഇത് സംരക്ഷിക്കാമെന്ന ഒരു വ്യാമോഹം ആർക്കും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇത് എന്നേക്കും കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ വലിയ കടൽക്ഷോഭമോ എന്തു പറയാ സുനാമി പോലുള്ള കാര്യങ്ങളെയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇത് അതിനിപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സംരക്ഷണ ഭിത്തി അടക്കം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റിയാസ, ഇനി എന്തെങ്കിലും പകർത്താനുണ്ടോ അവിടെ നിന്ന്? ഹലോ റിയാസ്, ഇനി എന്തെങ്കിലും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുണ്ടോ അവിടെ നിന്ന്? ഒന്നും കൂടി വ്യക്തമാക്കാവോ? കാരണം ഇവിടെ റിയാസ്, ഇനി എന്തെങ്കിലും കാഴ്ചകൾ അവിടെ നിന്ന് പകർത്താനുണ്ടോ? റിയാസിന് എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ നിന്ന്? വീണ്ടും എന്തായാലും വേണമെങ്കിൽ നമുക്ക് ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നമുക്ക് ഒന്ന് കുറച്ചുകൂടി ആളുകളുണ്ട്, അവരുടെ കൂടി അഭിപ്രായം നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. കാരണം അവരും ഈ നാട്ടുകാരാണ്. ഇവിടെയുള്ള ഈ റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം കൂടി നമുക്ക് എന്തായാലും ചോദിക്കാം എന്നുള്ളതാണ്. നാട്ടുകാരല്ലേ? നാട്ടുകാരല്ലേ? അല്ല, അല്ല, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. യെസ്, അദ്ദേഹം ഇവിടെ ജോലിക്കാരനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിന് പരിമിതികളുണ്ട്. അല്ല, ഇവിടെ മുമ്പ് കാപ്പാട് വന്നിട്ടുണ്ട്? ഉണ്ട്. ആ സമയത്തെ കാപ്പാടാണോ ഇത്? അല്ലല്ല, റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞില്ലേ? ഇനിയിപ്പോൾ നിരാശയോടുകൂടി മടങ്ങണം. അതെ അതെ. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അല്ലേ? ഇത് പരിഹരിച്ച ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ, പരിഹരിക്കണം. ഫിജി, എന്തായാലും ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ഒരാൾ പ്രതി എന്തായാലും എന്താണ് അവസ്ഥ? നാട്ടുകാരനാണോ? എന്താണ് വഴീൻ്റെ അവസ്ഥയൊക്കെ? വഴീൻ്റെ അവസ്ഥയൊക്കെ വളരെ പ്രശ്നങ്ങളാണ്. ഇത് കുറേ കാലമായി ഇങ്ങനെ തന്നെ. ഇതിങ്ങനെ നമുക്ക് കടൽ കയറും, പിന്നെ ഇതേപോലെ എന്തെങ്കിലും മണ്ണിടും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വരുഷമാകുമ്പോൾ ആദ്യം
പിന്നെ കടൽ കയറിയിട്ട് ഇതേപോലെ പോകും. വെറുതെ മണ്ണിട്ടൊരു ചെറിയൊരു ടാറിങ് മാത്രമാണ് നടക്കുന്നത്. വേറെ ഒന്നും നടക്കുന്നില്ല. പുളിമുട്ട് വേണം. ഫുള്ളായിട്ട് പുളിമുട്ടിട്ടാൽ സംഗതിയൊക്കെ ക്ലിയർ ആവും, പരിഹരിക്കാൻ പറ്റും. ഇത് തന്നെയാണ് നാട്ടുകാരായ ആളുകൾ പറയുന്നത്. കാരണം ഇവിടെ നടക്കുന്നത് പലപ്പോഴും ഇങ്ങനെ ഈ റോഡ് തകർന്ന ഉടനെ അതിനുശേഷം കുറച്ച് ആളുകൾ ഇവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ആ രോഷം നാട്ടുകാർ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു റോഡ് മണ്ണിട്ട് അതിന്റെ മുകളിൽ ടാർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും നമുക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നതും റിപ്പോർട്ട് നൽകുന്നതും നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. എന്തായാലും കാപ്പാടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. റിയാസ് ആരായിരുന്നു? ക്യാമറാമാൻ ആരായിരുന്നു? എന്തായാലും ഈ ഒരു രംഗം മനോഹരമായി പകർത്തിയത് ക്യാമറ പേഴ്സൺ സജി തറയിലാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലും ഒപ്പം തന്നെ സജി തറയിലിനൊപ്പമാണ് ഈ രംഗങ്ങൾ ഇവിടെ നിന്നും കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ പ്രതികരണം നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം ഞാൻ റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.